ആണ് ആ സിനിമ. പക്ഷെ എൻ്റെ ലൈഫിൽ രണ്ട് റിയൽ ഇൻസിഡന്റിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ സിനിമ ബുള്ളറ്റ് ഡയറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും നമ്മളെ എടുത്തു വരുന്ന സബ്ജക്റ്റ് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും ഈ രണ്ട് രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് നോർമലി നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ബുള്ളറ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഫുട്ബോളിനെ വെച്ചിട്ട് അങ്ങനത്തെ ക്രൈസിനെസ് ഉള്ള സിനിമകൾ നമ്മൾ ഇതിനും കണ്ടിട്ടുണ്ട്. അതിൽ എങ്ങനെ ഡിഫറെന്റ് ആവുന്നു ഈ ബുള്ളറ്റ് ഡയറീസ് എന്ന ചിത്രം? അതാണ് ഈ ബുള്ളറ്റിനോടുള്ള പ്രണയമാണ് യഥാർത്ഥത്തില് ധ്യാനം. അപ്പോ ആ പ്രണയമാണ് നമ്മളിതില് സാധാരണ എല്ലാവരുടെ വീട്ടിലും ബൈക്കും ബുള്ളറ്റും കാറുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണ് ഒരു വണ്ടിയെ, നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടിയെ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് പ്രണയിക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. അതിനപ്പുറത്ത് ഈ മറ്റൊരു തലത്തിൽ ഇതൊരു ഇമോഷണലി കണക്റ്റായി മറ്റൊരു വ്യക്തിക്ക് ഇതൊരു ഇമോഷണൽ കണക്ട് ആവുന്ന രീതിയിലേക്ക് ഈ സബ്ജക്ട് മാറുന്നു. അപ്പോൾ പാഷനും ഇമോഷനുമാണ് ഈ സിനിമ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചേട്ടാ ഈ സിനിമയിൽ എങ്ങനെയാണ് കഥാപാത്രമാണ്? അച്ഛൻ കഥാപാത്രമാണോ? അച്ഛന്റെ പ്രായം എന്തുമാണ്, അച്ഛനാണല്ലോ പ്രായമായി. കുറെ അച്ഛന്മാര് ചെറുപ്പക്കാരായി അഭിനയിക്കുന്നതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഈ അച്ഛൻ്റെ വേഷങ്ങൾ കിട്ടുന്നത്. അച്ഛനും മുത്തശ്ശനൊക്കെ ആവുന്ന ആൾക്കാര് 25 വയസ്സ് 30 വയസ്സായിട്ട് അഭിനയിക്കുമ്പോൾ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അവസരം കിട്ടും. സന്തോഷമാണോ സങ്കടമാണോ? സന്തോഷം മാത്രമേ ഉള്ളൂ. സിനിമയിൽ ഉണ്ടാവലാണ് പ്രധാനം. സിനിമയിലായിരിക്കുക നമുക്ക് പറ്റുന്നത് എന്ന് സംവിധായകനും തിരക്കഥാകൃത്തിനും തോന്നുന്ന കഥാപാത്രങ്ങൾ നമ്മളെ തേടിയെത്തുക, അത് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കുക, അതിന്റെ സന്തോഷമാണ്. കഥാപാത്രത്തിന്റെ പേര് ലിൻഡ ലൂക്കോസ് ആണ്. ആലക്കോടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള ഒരു നേഴ്സാണ്. വെരി എന്താ പറയുക, എനിക്ക് അതിന് ഇഷ്ടത്തോടു കൂടെ ഞാൻ ചെയ്ത കഥാപാത്രമാണ്. സിമ്പിൾ ആയിട്ടുള്ള കഥാപാത്രമാണ്. അങ്ങനെ ചിലപ്പോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു പരിവേഷമൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതെ, ഗ്രാമീണ പശ്ചാത്തലമാണ് ഈ സിനിമയുടെ. പക്ഷെ മറ്റേ ഒരു പറയുന്നത് ഭർത്തായ ആ ഒരു ഇതല്ല, നാടൻ വേഷമാണ് എന്നതിലുപരി ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ